ഈ പറയുന്ന ആദ്യമായി രമേശ് ചെന്നിത്തല മന്ത്രിയാവുന്ന കാലത്ത് വി ഡി സതീശൻ KSUവിന്റെ സാധാരണ ഒരു നേതാവാണ്. അപ്പോൾ ആ വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒന്നാമനായി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഹോം പോർട്ട്ഫോളിയോ എങ്കിലും ഇല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ക്യാബിനറ്റിലേക്ക് വരാനും കഴിയില്ല. ആ പ്രശ്നം അവിടെ ഉണ്ട്. ശ്രീത്ത് കൂടി ചെയ്തു. ശ്രീത്ത്, രമേശ് ചെന്നിത്തല മന്ത്രിയാവുന്നില്ലെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വേറൊരു ചോദ്യം. പക്ഷേ RC ആ ക്യാബിനറ്റ് ഇല്ലെങ്കിൽ ആ പ്രതിഷേധമാണ്. അത് RCയുടെ ക്യാബിനറ്റ്, RC ഇല്ലാത്ത വലിയൊരു വോയിഡ് അവിടെ നിലനിൽക്കും മറ്റന്നാൾ ആ സർക്കാർ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുമ്പോൾ. ഇതിപ്പോൾ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കുന്നു. 102 സീറ്റിന്റെ വലിയ ഗ്രേസോടുകൂടി സത്യപ്രതിജ്ഞയിലേക്ക് പോകാം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുന്നു. ശ്രീത്ത്, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലില്ലെങ്കിൽ കേരളത്തിന് ഒന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ UDF രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഗ്രേസ്ഫുള്ളായ, അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലോട് കൂടിയുള്ള ഒരു മന്ത്രിസഭ വരണമെങ്കിൽ രമേശ് ചെന്നിത്തല ആ മന്ത്രിസഭയുടെ അവിഭാജ്യ ഘടകമായി മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഉള്ള ഒരു അനുനയത്തിന്, ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായതെന്ന് വേണം മനസ്സിലാക്കാൻ. ചെന്നിത്തല മാറി നിന്നാൽ അത് മന്ത്രിസഭയുടെ തുടക്കത്തിലെ തന്നെ ശോഭ കെടുന്ന നിലയിലേക്ക് പോകും. മറ്റ് വിവാദങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. അപ്പോൾ അത്തരമൊരു അതൃപ്തി ഒരു കോണിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി വരുന്നത്. ഇവിടെ ഏറ്റവും രമേശ് ചെന്നിത്തല മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ തുടങ്ങിയവർക്കും മന്ത്രിസ്ഥാനം വേണമെന്ന കാര്യം ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സ്വന്തം കാര്യം ആവശ്യപ്പെടുന്നില്ലെങ്കിലും തനിക്കൊപ്പമുള്ള രണ്ടുപേരുടെ കാര്യത്തിലും പരിഗണന വേണമെന്ന് കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. IC ബാലകൃഷ്ണൻ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മണ്ഡലമായ ബത്തേരിയിൽ നിന്ന് ജയിച്ചു വരുന്ന ആളാണ്. 4ാം തവണയാണ് അദ്ദേഹം ജയിച്ചു വരുന്നത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പരിഗണന നൽകണമെന്നാണ് പറയുന്നത് എന്ന് ആവശ്യപ്പെടുന്നത്. അത് ഏറെക്കുറെ ന്യായവുമാണ്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ പട്ടികവർഗ വിഭാഗത്തിന് ആദ്യമായി പരിഗണന നൽകിയതും UDF ആണ്. പിന്നീടാണ് LDF സർക്കാരിന്റെ കാലത്ത് OR കേളുവൊക്കെ ആ വിഭാഗത്തിൽ നിന്ന് ഇടതുപക്ഷ മന്ത്രിയായി വരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ പട്ടികവർഗ വിഭാഗത്തെ പരിഗണിച്ചത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ IC ബാലകൃഷ്ണൻ മന്ത്രിയാവുമ്പോൾ തന്നെ അൻവർ സാദത്തിന്റെ കാര്യവും സജീവമായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.